ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി ഒരു ഭാഗമായിട്ട് ഞാൻ പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ ഇന്ന് ഇനി കാണാൻ പോണത് ആ പെർഫോമൻസ്, അത് വുമൻസ് ക്ലബിന്റെ ആ ഒരു പെർഫോമൻസിന്റെ എപ്പിസോഡാണ് തിങ്കളാഴ്ച നമ്മൾ കാണാൻ പോണത്. അപ്പൊ ആ തിങ്കളാഴ്ചത്തെ എപ്പിസോഡാണ് ഞാൻ പറയണത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് വീഡിയോ കാണണേ. അങ്ങനെ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും അതുപോലെ എന്താണ് നമ്മുടെ ആകാശും പ്രീതി മനോരമയൊക്കെ ആ പെർഫോമൻസിൽ ഇതിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ അത് അവർ മാത്രമല്ല, ആ ഒരു വുമൻസ് ക്ലബ്ബിൽ ആ ഭാഗമായിട്ടുള്ള എല്ലാ ഫാമിലീസും പങ്കെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മായിയമ്മ മരുമകളുടെ ഒരു കോമ്പറ്റീഷൻ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ നമ്മുടെ മനോരമയുടെ അതുപോലെ തന്നെ പ്രീതിയുടെ പെർഫോമൻസ് വരുവാണ്. അപ്പൊ മനോരമ ഇങ്ങനെ കൃഷ്ണന്റെ വേഷമാണ്, പ്രീതി രാധയുടെ വേഷം. അപ്പൊ കൃഷ്ണന്റെ രാധയുടെ ഒരു പെർഫോമൻസ് ആണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റേജിന് പുറകെ വെച്ചിട്ട് മനോരമ പറയുന്നുണ്ട്, കീറസാരിക്കാരുടെ ചേച്ചി ഇതേ നന്നായിട്ട് അഭിനയിച്ചേക്കണം കേട്ടോ, നമുക്ക് തന്നെ 5 ലക്ഷം രൂപ പ്രൈസ് മണി കിട്ടണം. അതായത് 5 ലക്ഷം രൂപയാണ് ആ ഒരു ഇതിൽ പങ്കെടുത്തതിനെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ പ്രീതി പറയുന്നുണ്ട്, ശരി അമ്മ എന്ന് ആന്റി എന്ന് പറയാണ്. ശരി ശരി, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും, നീ എന്റെ കൂടെ പിടിച്ചു നിൽക്കണം, അറിയാലോ ഞാൻ കൃഷ്ണനും നീ രാധയാണ്, ശരിയെന്നൊക്കെ പറയാണ്. അതിനുശേഷം വീണ്ടും അവിടെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനോരമേനെയും അതുപോലെ തന്നെ പ്രീതിനെയും വിളിക്കുകയാണ്. അങ്ങനെ മനോരമ വീണ്ടും സ്റ്റേജിനെ പുറകെ പറയുന്നുണ്ട്, പ്രീതി വാ, വരാൻ നോക്കതേ, പെർഫോമൻസിനെ വിളിക്കുന്നുണ്ട്, വാ എന്ന് പറയുമ്പോ പ്രീതി അനങ്ങാതിരിക്കുകയാണ്. നീ എന്താ അനങ്ങാതിരിക്കണത്, വാ, ദേ അവിടെ പേര് വിളിക്കുന്നു, അത് ആന്റി, എന്താ അതെന്ന് മര്യാദക്ക് വരാൻ നോക്ക്. അപ്പോഴേക്കും പ്രീതി വീണ്ടും എന്തോ മൂഡ് ഔട്ട് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നീ എന്താ ഇങ്ങനെ നിൽക്കണത്, എന്റെ മൈ ഗോഡ്, ഇവള് പെർഫോമൻസ് കോളമാക്കാന്ന് തോന്നണത്. നോക്ക് പ്രീതി, നീ എങ്ങാനും പെർഫോമൻസ് എങ്ങാനും കോളമാക്കി കഴിഞ്ഞാൽ എന്റെ തനി സ്വഭാവം നീ അറിയും. ഇവിടെ നിന്ന് നീ നേരെ വീട്ടിലേക്കല്ലേ വരുന്നത്, അപ്പൊ ഞാൻ കാണിച്ചുതരാം. അത് ആന്റി, എനിക്കൊരു കാര്യം വേണ്ട, ഒന്നും പറയണ്ട, പെർഫോമൻസ് അടിപൊളിയാക്കണം, അത്ര മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ശരി, ആദ്യം എന്റെ അവസരമാണ്, ഞാൻ പോയി സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ കറക്റ്റ് നീ വരണം എന്ന് പറഞ്ഞിട്ട് മനോരമ സ്റ്റേജിലേക്ക് കയറിട്ടപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. അങ്ങനെ മനോരമ ഡയലോഗ് തുടങ്ങുവാണ്. എന്റെ രാധ എന്നെ കാണാൻ വേണ്ടി ഇപ്പൊ ഇവിടെ വരും, എന്റെ പുല്ലാങ്കുഴലിലെ നാദം കേട്ടാൽ മതി, അവൾ ഓടി വരും. ശരിക്കും പറഞ്ഞാൽ ഞാൻ രാധക്ക് വേണ്ടിയിട്ടാണ് ഈ പുല്ലാങ്കുഴൽ വായിക്കണത്. എന്റെ രാധേ, നീ എവിടെയാണ്, നിന്നെ വരുത്താൻ എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ പുല്ലാങ്കുഴൽ നമ്മുടെ മനോരമ വായിക്കാട്ടോ. ആ പുല്ലാങ്കുഴൽ വായിക്കുമ്പോഴേക്കും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പ്രീതി കടന്നു വരണം, പക്ഷെ പ്രീതി വരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. മനോരമ വീണ്ടും വായിക്കുന്നുണ്ട്, അതെ എന്റെ രാധ ശരിക്കും കേട്ടില്ല എന്ന് തോന്നുന്നു പുല്ലാങ്കുഴലിന്റെ നാദം, അവളിപ്പൊ തന്നെ വരും, നിങ്ങൾ നോക്കിക്കോട്ടോ, ഞാൻ പുല്ലാങ്കുഴൽ വായിച്ച് പകുതി ആകുമ്പോഴേക്കും അവള് വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോരമ ആ പുല്ലാങ്കുഴൽ വായിക്കുകയാണ്. പക്ഷെ പ്രീതി വരുന്നേ ഇല്ല കേട്ടോ. ഹലോ, എന്റെ മൈ ഗോഡ്, അവള് വരുന്നില്ലല്ലോ, കീറസാരിക്കാരുടെ ചേച്ചിനെ പറ്റിച്ചെന്ന് തോന്നുന്നു, അലവലാതി, ഇവളെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, എല്ലാവരും എന്നെ ഇനി കളിയാക്കും, എന്റെ ഈശ്വര എന്നൊക്കെ പറയാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഹലോ രാധേ നീ എവിടെ പോയി, ഞാൻ പുല്ലാങ്കുഴൽ നിനക്ക് വേണ്ടിയിട്ടാട്ടോ വായിക്കണത് എന്ന് പറഞ്ഞിട്ട് മനോരമ വീണ്ടും പുല്ലാങ്കുഴൽ വായിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും ചിരിക്കാട്ടോ. സ്റ്റേജിൽ നിന്നിട്ട് എല്ലാവരും കണ്ടിട്ട് ചിരിക്കുകയാണ്. നമ്മുടെ അശ്വിന്റെ വീട്ടുകാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ചിരിക്കാട്ടോ. മനോരമ പറയുന്നുണ്ട്, അതെ എന്റെ രാധ നാണം കുടുങ്ങി സ്റ്റേജിന് പുറകെ നിൽക്കുന്നുണ്ടേ, ഞാനൊന്ന് രാധനെ വിളിച്ചിട്ട് വരാം. രാധേ എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിന്റെ പുറകിലേക്ക് പോവാണ്. ശേഷം നമ്മുടെ പ്രീതിയെടുത്ത് പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യാണ്ടി, മരത്തേക്ക് വരാൻ നോക്കുന്ന പറഞ്ഞിട്ട് നമ്മുടെ പ്രീതിനെ വിളിച്ചിട്ട് സ്റ്റേജിലേക്ക് കയറുവാണ്. പക്ഷെ പ്രീതി അപ്പോഴൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ. നമ്മുടെ മനോരമ പറഞ്ഞു, ഡയലോഗ് പറ എന്ന് പറയുമ്പോൾ പ്രീതി മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ സ്റ്റേജിൽ ഇരിക്കണ എല്ലാവരും പറയുന്നുണ്ട്, ഹലോ ഈ രാധ എന്താ മിണ്ടാതിരിക്കണത് എന്ന് ചോദിക്കുകയാണ്. എന്റെ പ്രീതി, നീ എന്തെങ്കിലും ഒന്ന് പറയടി കീറസാരിക്കയുടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതിനെ പതുക്കെ ഒന്ന് തട്ടുമ്പോഴേക്കും പ്രീതിയുടെ കയ്യിൽ നിന്ന് ആ കുടം നിലത്തേക്ക് വീണു പൊട്ടിപ്പോകുവാട്ടോ. അതായത് രാധ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു കുടം ഉണ്ടല്ലോ, മൺകലം, അത് പൊട്ടി നിലത്തേക്ക് വീണു. അപ്പൊ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. എല്ലാവരും പറയുന്നുണ്ട്, ആഹാ ദേ പെർഫോമൻസ് കഴിഞ്ഞു, കലം പൊട്ടി, ഇനി എന്ത് പെർഫോം ചെയ്യണം, പോവാൻ നോക്കെന്ന് പറയാണ്. മനോരമ പറയണ്ടേ, എടി കീറസാരിക്കാട് ചേച്ചി നീ എന്നെ ചതിച്ചു വരും, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ മനോരമ തീറ്റി വീഴുവാട്ടോ സ്റ്റേജില്. അപ്പൊ അത് കാണുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ മനോരമ കഴിഞ്ഞ വർഷത്തെ കാര്യം ആലോചിക്കുകയാണ്. കഴിഞ്ഞ വർഷം മനോരമ ഇതുപോലെ പ്രോഗ്രാമിന് തീറ്റി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ നാണം കെട്ടു, ഞാൻ പറഞ്ഞതാണ് ഈ പരിപാടിക്കൊന്നും ഞാൻ ഇല്ലെന്ന്, നാണം കെട്ടു, ഞാൻ കാണിച്ചു തരാടി നിന്നെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് സ്റ്റേജിന് പുറകിലേക്ക് പോയിട്ട് ഭയങ്കര കരച്ചിലാട്ടോ, കരച്ചിലാണ്. അപ്പൊ പ്രീതി എടുത്ത് നമ്മുടെ എല്ലാവരും ചോദിക്കണ്ടേ, എന്തു പറ്റി, എന്താ ഇങ്ങനെ ആയത്, എന്താ പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നേ ചോദിക്കാണ് പ്രീതി. അതെന്ന് പറയുമ്പോ മനോരമ പറയണ്ടേ, വേണ്ട ഇവളൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട, എന്നെ നാണം കെടുത്താനാണ് ഇവള് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യിപ്പിച്ചത്, എന്നെ വേഷം കെട്ടിപ്പിച്ചത്, നാണം കെടുത്താൻ വേണ്ട, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെടി എന്നൊക്കെ പറയാണ്. ശേഷം നമ്മുടെ പ്രീതിനെ മാറ്റി നിർത്തിട്ട്
ശ്രുതി ചോദിക്കണ്ടേ എന്താ ചേച്ചി, എന്താ സംഭവിച്ചത്, ചേച്ചി നന്നായിട്ട് പെർഫോം ചെയ്താണല്ലോ വീട്ടിൽ വെച്ചിട്ട്, ഇവിടെ വെച്ചിട്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയണ്ട അത് ശ്രുതി വേറൊന്നല്ല, സ്റ്റേജിൽ കയറുന്ന തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞിട്ട് ആ നടന്ന സംഭവം പ്രീതി പറയാണ്. പ്രീതി അപ്സെറ്റ് ആയി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വേറൊന്നുമല്ല, പ്രീതി സ്റ്റേജിൽ കയറാൻ പോണ സമയത്ത് അവിടെ ഒരു അമ്മായിയമ്മയും മരുമകളും കൂടി വരുവാണ്. എന്നിട്ട് പ്രീതി അടുത്ത് പറയണ്ടേ ഞങ്ങളുടെ മോൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുവാണ്, 5 ലക്ഷം രൂപ വേണം ഓപ്പറേഷന് വേണ്ടിയിട്ട്, നിങ്ങൾ ഈ പെർഫോമൻസ് ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സമ്മാനം കിട്ടില്ല, നിങ്ങളാണ് ഇപ്പൊ ഫസ്റ്റ് നിൽക്കുന്നത്, നിങ്ങൾ തോറ്റാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ സമ്മാനം കിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഈ പെർഫോമൻസ് ചെയ്യരുത്, ഞങ്ങൾക്ക് ഈ പൈസ മാത്രമേ ഉള്ളൂ, നിങ്ങൾ പണക്കാരല്ലേ, ഞങ്ങൾക്ക് ഈ പൈസ വേണം, അതുകൊണ്ടാണ് മോളുടെ കാല് പിടിക്കാമെന്നൊക്കെ പ്രീതി എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പ്രീതി പെർഫോം ചെയ്യാതിരുന്നത് അവർക്ക് സമ്മാനം കിട്ടാനായിട്ട്. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞിട്ട് ചേച്ചി ഇത്രയും വലിയ കാര്യം ചേച്ചി ചെയ്തിട്ടാണോ ആർത്തും മിണ്ടാതിരുന്നത്, സാരില്ല, ഇപ്പൊ ചേച്ചിക്കല്ല എനിക്കെങ്ങാനും ആണോ സമ്മാനം കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ അനൗൺസ് ചെയ്യണത്, അതെ ശ്രുതിക്കും അശ്വിനാണ് സമ്മാനം കിട്ടാൻ പോണെന്ന് അവിടെ ഒരാൾ പറയുന്നുണ്ട് കേട്ടോ. അതേക്കണം ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവാണ്. ശ്രുതി വേഗം തന്നെ ജഡ്ജിന്റെ അടുത്തേക്ക് പോവാണ്. അതെ ജഡ്ജി എന്താ എന്ന് ചോദിക്കുമ്പോ സമ്മാനം എനിക്കും അശ്വിൻ സാറാണെന്ന് കേട്ടു, അതെ നിങ്ങൾക്ക് തന്നെ സമ്മാനം, അത് ഇപ്പൊ അനൗൺസ് ചെയ്യും എന്ന് പറയണം. അപ്പൊ ശ്രുതി പറഞ്ഞിട്ട് വേണ്ട, ഞങ്ങൾക്ക് ഈ സമ്മാനം വേണ്ട എന്ന് പറയാണ്. അതെന്തുകൊണ്ട് വേണ്ട എന്ന് അവര് ചോദിക്കുമ്പോ ശ്രുതി പറയണ്ട വേണ്ട, ഈ സമ്മാനം എനിക്ക് വേണ്ട, അയ്യോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് നന്നായിട്ട് അഭിനയിച്ചു, അതിനെയാണ് ഈ സമ്മാനം കിട്ടുന്നത്, 5 ലക്ഷം രൂപയാണ് എന്ന് അവർ പറയുമ്പോൾ അശ്വിൻ ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ശ്രുതി പറയണ്ടേ എന്തിനാ ഞങ്ങൾക്ക് ഈ സമ്മാനം തരണം, എന്റെ ഭർത്താവ് അവസാന നിമിഷത്തല്ലേ കയറി വന്നത്, മാത്രം ഡയലോഗ് ശരിക്കും പറഞ്ഞുമില്ല, അതുകൊണ്ട് ഈ സമ്മാനം വേണ്ട എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അശ്വിന്റെ ദേഷ്യം വരും കേട്ടോ, കാരണം അശ്വിൻ നന്നായിട്ട് പെർഫോം ചെയ്തില്ല, അതുകൊണ്ടൊക്കെയാണ് ഈ സമ്മാനം വേണ്ടെന്നൊക്കെയാണ് ശ്രുതി അവരോട് പറയുന്നത്. പക്ഷെ ശരിക്കുള്ള കാരണം മറ്റവർക്ക് സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ അശ്വിന് ദേഷ്യം വരുവാണ്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അത് മാത്രമല്ല, ഞങ്ങൾ ഈ പെർഫോമൻസ് ചെയ്തത് തെറ്റായ രീതിയിലാണല്ലോ, ശരിക്കും അമ്മായിയമ്മയും മരുമകളും ആണല്ലോ ഇതിൽ പങ്കെടുക്കേണ്ടത്, ഞാൻ എന്റെ ഭർത്താവും കൂടെ പങ്കെടുത്തപ്പോ അത് റൂളിന് എതിരാണല്ലോ, ഞങ്ങൾ വെറുതെ ഒരു തമാശക്ക് പങ്കെടുത്തതാണ്, അതുകൊണ്ട് നെക്സ്റ്റ് ആൾക്ക് ഈ സമ്മാനം കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോകുവാണ്. ശ്രുതി അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അനൗൺസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്, അതെ ഈ പെർഫോമൻസിലെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ പ്രീതി സഹായിച്ചവരുണ്ടല്ലോ അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കണം കേട്ടോ. അങ്ങനെ 5 ലക്ഷം രൂപ അവർക്ക് കിട്ടുന്നുണ്ട്. ശേഷം നമ്മുടെ ശ്രുതിനെ വിളിച്ചുകൊണ്ട് അശ്വിൻ അങ്ങോട്ട് മാറി നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്തിനാണ് സമ്മാനം വേണ്ടെന്ന് പറഞ്ഞത്, നീ എന്താ എന്റെ പെർഫോമൻസ് ചെറുതാക്കി കാണുവാണോ, നീ എന്തിനാണ് സമ്മാനം വേണ്ടെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അതെനിക്ക് നിങ്ങളത് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ ശ്രുതി പറയാണ്. അശ്വിന ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അശ്വിൻ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടാണ് അതിൽ അഭിനയിച്ചത്, എനിക്കും നിനക്കും അവകാശപ്പെട്ട സമ്മാനമാണ് നീ വേണ്ടെന്ന് പറഞ്ഞത്, നിനക്ക് എന്താ അഹങ്കാരമാണ്, എന്താ എനിക്ക് ആ സമ്മാനം വേണമെന്നില്ല, പക്ഷെ നമ്മുടെ പെർഫോമൻസിൽ കിട്ടിയ സമ്മാനമാണ്, അത് നീയായിട്ട് കളഞ്ഞു പൊളിച്ചു, അതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും അതെനിക്ക് നിങ്ങളുടെ പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ അശ്വിന ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശ്രുതി അങ്ങനെ അശ്വിനടുത്ത് കാരണമൊന്നും പറയത്തൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പെർഫോമൻസോട് കൂടി തന്നെ ശ്രുതി എടുത്ത് അശ്വിൻ കൂടുതൽ അടുക്കുകയെ ചെയ്യത്തുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത റിവ്യൂവിൽ പറയാം, കാരണം ഇപ്പൊ അതും കൂടി പറഞ്ഞാൽ ഓൾറെഡി ഒരുപാട് ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ട് അടുത്ത റിവ്യൂ പറയുമ്പോൾ അടുത്ത വീഡിയോയിൽ പറയുമ്പോൾ ഞാൻ നല്ലൊരു ഭാഗം പറയുന്നുണ്ട്, അശ്വിനും ശ്രുതി കൂടുതൽ അടുക്കുന്ന ഭാഗം പറയുന്നുണ്ട്, പക്ഷെ അതിനിടയ്ക്ക് ശ്യാം കയറി കളിക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗം ഞാൻ പറയാം, നമ്മൾ ആ സീനിൽ കണ്ട ആ ഭാഗം ഞാൻ പറയാം കേട്ടോ, അത് അടുത്ത റിവ്യൂ ആയിട്ട് പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.